ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചൺ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഗോതമ്പ് റവ കിച്ചടി. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടൊരു കിച്ചടിയാണ്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് ഗോതമ്പ് റവയാണ്, കാണാൻ ഇങ്ങനെ ഉണ്ടാവും. ഇത് ഗോതമ്പ് റവ, വീറ്റ് സെമോളിന, വീറ്റ് റവ എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് കഴുകാതെ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പം ഒരു വട്ടം വെള്ളം ഒഴിച്ച് കഴുകി വെള്ളം ഊറ്റിയെടുക്കുന്നുണ്ട്. ഇത് ഒരു അരിപ്പയില് ഇട്ട് വെള്ളം ഊറ്റിയെടുക്കാം. ഇപ്പൊ മുഴുവൻ വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി കിച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു അടുപ്പത്ത് ഒരു കടായി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇത് കുറച്ചധികം എണ്ണ ഉണ്ടായാലേ ടേസ്റ്റും അതിന്റെ ഒരു ടെക്സ്ചറും ശരിക്കും ഉണ്ടാവുള്ളൂ. എണ്ണ അധികം വേണ്ടാത്തവര് കുറച്ച് ഉപയോഗിക്കാം. ഞാനിപ്പോ ഉപയോഗിച്ചത് കടലെണ്ണയാണ്, നിലക്കടല എണ്ണ, ഗ്രൗണ്ട് നട്ട് ഓയില്. എണ്ണ ചൂടാവുമ്പം 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പൂട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് വഴറ്റാം. അണ്ടിപ്പരിപ്പിന്റെ കളർ മാറി തുടങ്ങുമ്പം ഇതിലേക്ക് ഒരു സവാള ചെറുതായി മുറിച്ചതും 1 കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതും 1 പച്ചമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയിട്ട് വഴറ്റാം. ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകെല്ലാം ചെറുതായി വാടി തുടങ്ങുമ്പോൾ തന്നെ ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി മുറിച്ച് ചേർത്ത് വഴറ്റാം. തക്കാളിയും വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റിന്റെ പകുതി ചെറുതായി മുറിച്ചതും കുറച്ച് ബീൻസ് ചെറുതായി മുറിച്ചതും ചേർത്ത് വഴറ്റാം. ബീൻസും ക്യാരറ്റും വാടി തുടങ്ങുമ്പം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കായപ്പൊടിയും ചേർത്ത് വഴറ്റാം. മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും നല്ലോണം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ റെഡിയാക്കി വെച്ച ഗോതമ്പ് റവ ചേർത്ത് വഴറ്റാം. ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. ഗോതമ്പ് റവ ചേർത്ത് തീ കുറച്ച് ഏകദേശം 1 മിനിറ്റ് ഇളക്കി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് വെള്ളം ചേർക്കണം. ഞാനിപ്പം 1 കപ്പ് ഗോതമ്പ് റവ എടുത്തിട്ടുള്ളത്, അതിന് 3 കപ്പ് വെള്ളം ചേർക്കുന്നത്. ഇത് കിച്ചടി ആയതുകൊണ്ട് കുറച്ച് കുഴഞ്ഞ ഭാഗത്തിന് കുറച്ച് ലൂസായിട്ട് വേണ്ടത്, അതുകൊണ്ട് അധികം വെള്ളം ചേർക്കുന്നത്. ഉപ്മാവാണെങ്കിൽ 1 കപ്പ് റവക്ക് 2 കപ്പ് വെള്ളം ചേർത്താൽ മതി. ഞാനിപ്പം തിളപ്പിച്ച വെള്ളമാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. ഇതിനി അടച്ച് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോ റവ വെന്ത് വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇതിനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും 1 ചെറുനാരങ്ങയുടെ നീരും കുറച്ച് മല്ലിയിലയും ചേർത്ത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് തീ ഓഫ് ചെയ്ത് 5 മിനിറ്റിന് ശേഷം തുറന്നെടുത്ത് കഴിക്കാം. മല്ലിയിലെല്ലാം കുറച്ച് അധികം ഉണ്ടെങ്കിൽ അധികം ഇടാം. ഇത് അടച്ചു വെച്ച് 5 മിനിറ്റിന് ശേഷം തുറക്കുമ്പോൾ കുറച്ചും കൂടെ ഡ്രൈ ആവും. കിച്ചടി ആയതുകൊണ്ട് അത്ര അധികം ഡ്രൈ ആവണ്ട. ഇപ്പം തീ ഓഫ് ചെയ്ത് 5 മിനിറ്റ് കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വീറ്റ് റവ കിച്ചടി റെഡിയാണ്. ഇതിന് ഒരു പ്ലേറ്റ് വിളമ്പാം.
ഇത് ഒരു ബൗളിന്റെ ഷേപ്പിന് സെർവ് ചെയ്യാൻ വേണ്ടി ഒരു ബൗളിലേക്ക് കോരി മാറ്റുന്നുണ്ട്. ഇതിന് ഒരു പ്ലേറ്റിൽ കമത്താം. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഉണ്ടാക്കി കഴിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.